പ്രൊഫസർ റോണി കെ ബേബി, അതായത് പാകിസ്ഥാനുള്ളിൽ ചിലരിപ്പോഴും വീരവാദം മുഴക്കുന്നുമുണ്ട്. സിന്ധു നദീജലം തടസ്സപ്പെടുത്തിയാൽ ഒന്നുകിൽ നദീജലം അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര അതിലൂടെ ഒഴുകും എന്നാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ സർദാരി പറഞ്ഞത്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അദ്ദേഹം അവിടുത്തെ മുൻ വിദേശകാര്യമന്ത്രി കൂടി ആയിരുന്നു. ആ ശബ്ദം, ആ വാക്കുകൾ പാകിസ്ഥാനോടുള്ള ശത്രുതയോ വ്യക്തമാക്കുന്നത്. നമ്മൾ ഈ ആഭ്യന്തര ശത്രുക്കൾ പെരുകുന്ന പാകിസ്ഥാൻ, തീവ്രവാദികൾക്ക് വളമാകുന്ന പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ വാക്കുകൾ ഉന്നം വെക്കുന്നത് പാകിസ്ഥാനെ തന്നെയോ? നമുക്കറിയാം, ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ആരാണ് യഥാർത്ഥ പാകിസ്ഥാന്റെ രാജ്യസ്നേഹികളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ഇതിനകത്തെല്ലാം പൊളിറ്റിക്കൽ ആണല്ലോ. എങ്ങനെ ഇതിന്റെ അകത്ത് നിന്നും ഇത് ഇപ്പൊ വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ കോംപ്ലക്സ് ആയ സിറ്റുവേഷനിൽ എങ്ങനെ അതിന്റെ അകത്ത് നിന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ്? കാരണം നമുക്കറിയാം, ഇവിടെ ഇപ്പൊ ഇമ്രാൻഖാൻ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തായി. പക്ഷെ ഇമ്രാൻഖാൻ അവിടെ ഇപ്പോൾ വളരെ പോപ്പുലർ ആണ്. പ്രത്യേകിച്ചും അദ്ദേഹം പട്ടാളത്തിന്റെ ഒരു പപ്പറ്റായിട്ട്, അല്ലെ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഒരു പപ്പറ്റായിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നെങ്കിലും പിന്നീട് അദ്ദേഹം മിലിറ്ററിയുമായിട്ട് തെറ്റുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്നെ രജിസ്ട്രേഷൻ കളയുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നു. എന്നിട്ടും അവര് ഭൂരിപക്ഷം നേടി. നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പാകിസ്ഥാന്റെ പൊളിറ്റിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കാണാനായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ എടുത്തു കളഞ്ഞു, സ്ഥാനാർത്ഥികളെല്ലാം സ്വതന്ത്രരായിട്ട് മത്സരിച്ചു. എന്നിട്ട് പോലും പട്ടാളത്തിന്റെ ഒരു പിന്തുണയും ഇല്ലാതെ, അത് ഒരു ശരിക്കും പാകിസ്ഥാന്റെ സമീപ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. കാരണം എല്ലാ തവണയും ആരാണ് പാകിസ്ഥാൻ ആർമി സപ്പോർട്ട് ചെയ്തത് അവരാണ് ഇലക്ഷനുകൾ വിൻ ചെയ്യുക. പക്ഷെ ഇമ്രാൻഖാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിർത്തിയ സ്വതന്ത്രരായി നിന്ന് ആളുകളെല്ലാം ജയിച്ചു. പക്ഷെ അവരെ തന്നെ എന്ത് ചെയ്തു? കുറെ ആളുകളെ രാജിവെപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അപ്പോൾ എത്ര ശക്തമാണ് പാകിസ്ഥാന്റെ പട്ടാളത്തിനെതിരെയുള്ള ജനവികാരം നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ഈ പട്ടാളം തന്നെ ഒരുപാട് മാനിപ്പുലേഷൻസ്, തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടത്തിയിട്ട് പോലും അവർ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ അവർക്ക് അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അവിടുത്തെ യഥാർത്ഥ ഹീറോ ആയി നിൽക്കുന്നത് ഇമ്രാൻഖാൻ തന്നെയാണ്. കാരണം അദ്ദേഹം അവിടെ പട്ടാളവുമായിട്ടുള്ള ഒരു ക്ലാഷിലേക്ക് പോയി, പട്ടാളവുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വളരെ ഒരു പോപ്പുലറായ നേതാവായിട്ട് നിൽക്കുന്നു. പക്ഷേ നമുക്കറിയാം, അവിടുത്തെ വളരെ ബേസ് ഉണ്ടായത് പാർട്ടിയാണ്. കൃത്യമായി തന്നെ വളരെ നമുക്കറിയാം, പഞ്ചാബ് പ്രവിശ്യ ഉൾപ്പെടെ, പഞ്ചാബ് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ ആണ്. കറാച്ചി പോലെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായി നമുക്കറിയാം ഉണ്ടായിരുന്നതാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, പഴയ ബേനസീർ ഭൂട്ടോയുടെ ഒക്കെ ഒരു പാർട്ടി. പക്ഷെ ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളും വളരെ പിന്നോക്കം പോയിരിക്കുന്നു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പിന്നോക്കം പോയിരിക്കുന്നു, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പിന്നോക്കം പോയിരിക്കുന്നു. അപ്പോൾ ഈ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ ബേസ് കൂടുതലും ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ആണ്, നമ്മുടെ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ളത്. പാകിസ്ഥാന്റെ ജോഗ്രഫിക്കൽ ഏരിയയുടെ ഒരു വലിയ പ്രദേശം എന്ന് പറയുന്നതും ഈ പറയുന്ന നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ആണ്. അവിടെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ വലിയ വികാരം അവിടെ പാകിസ്ഥാന്റെ പട്ടാളം നേരിട്ടുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ യാത്രാ വിമാനം തന്നെ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ അവിടെ അതിശക്തമായ രീതിയിൽ ഒരു ലിബറേഷൻ മൂവ്മെന്റ് ഈ ബലൂചിസ്ഥാനെ, ഇതിന്റെയൊക്കെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ തന്നെ നമുക്കറിയാം, അതിർത്തി ഗാന്ധിയായിട്ടുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹമൊക്കെ അതിശക്തമായി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം നിന്ന ആളുകളാണ്. ഈ വിഭജനം ഉണ്ടായി നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ബലൂചിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അന്ന് ഈ അതിർത്തി ഗാന്ധിയായിരുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ മഹാത്മാഗാന്ധിയോട് നെഹ്റുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഞങ്ങളെ ആ പിശാചുക്കൾക്ക് വിട്ടുകൊടുത്തത്? അപ്പോൾ എന്താ ഈ പാകിസ്ഥാനിന് എന്തിനാണ് ഞങ്ങളെ വിട്ടുകൊടുത്തത്? പക്ഷെ നമുക്കറിയാം, ജോഗ്രഫിക്കലി ഇന്ത്യയുമായിട്ട് ഒരിക്കലും ഒരു ആക്സസ് ഉള്ള ഒരു പ്രദേശമായിരുന്നില്ല. പിന്നെ അന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം പോലും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് പാകിസ്ഥാനിലേക്ക് പോകുമായിരുന്നു. പക്ഷെ നമുക്ക് അതിന്റെ പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചങ്കുപൊട്ടി ചോദിച്ചതാണ്, എന്തിന് ഞങ്ങളെ ആ പിശാചുക്കൾക്ക് വിട്ടുകൊടുത്തു? അപ്പോൾ ഇന്നും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ളവ അത് പാകിസ്ഥാന്റെ ദേശീയതയിലേക്ക് ലയിച്ചു ചേർന്നിട്ടില്ല. പക്ഷേ അവിടെ അതിശക്തമായ ബേസ് ഇപ്പോൾ ഈ പറയുന്ന ഇമ്രാൻഖാൻ ഉള്ള പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തിന് വലിയ പ്രതികരണങ്ങളൊന്നും പുറത്തേക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന ഇവിടെ കൃഷ്ണരാജ് ചോദിച്ചത് വളരെ പ്രസക്തമാണ്. ഈ കലക്കവെള്ളത്തിൽ എങ്ങനെ തനിക്ക് ഒരു മീൻ പിടിക്കാം, അല്ലെ എങ്ങനെ ഈ പറയുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക്, കാരണം പാകിസ്ഥാന്റെ രാഷ്ട്രീയ അധികാരം ഒരുപാട് കാലം കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. ബേനസീർ ഭൂട്ടോയും അവരുടെ പിതാവ്
സുൽഫിക്കർ അലി ഭൂട്ടോയും ഒക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ബിലാവൽ ഭൂട്ടോയുടെ പിതാവ് സർദാരിയും ഒക്കെ ഒരുപാട് കാലം പ്രധാനമന്ത്രിയായിട്ടും പ്രസിഡന്റായിട്ടും അവിടുത്തെ രാഷ്ട്രീയ അധികാരങ്ങൾ ഒരുപാട് തവണ കൈവശം വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഒരുപക്ഷെ പട്ടാളത്തെ കൂടി പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. കാരണം ഇമ്രാൻഖാനും പട്ടാളവുമായി തെറ്റി നിൽക്കുന്നു. അപ്പോൾ എങ്ങനെ പട്ടാളത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി മേടിച്ചെടുക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പിന്നെ ഇവള് ബിലാവൽ ഭൂട്ടോ നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ പാകിസ്ഥാൻ എപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മോഹൻ വർഗീസും കേണൽ ഡിന്നിയും അല്ലെങ്കിൽ രാംകുമാറും ഒക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പാകിസ്ഥാന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദേശീയത എന്ന് പറയുന്നത് ഒരിക്കലും മതമൊന്നുമല്ല. കാരണം അന്ന് ജിന്ന പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ ഉണ്ടായപ്പോൾ ഇസ്ലാം വിൽ യുണൈറ്റ് പാകിസ്ഥാൻ ഫോർ എവർ എന്നാണ്. ജിന്നയുടെ വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം പാകിസ്ഥാൻ അജയ്യമായിരിക്കും. കാരണം പാകിസ്ഥാന്റെ ദേശീയത ഇസ്ലാമാണ്, മുസ്ലിമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ പാകിസ്ഥാൻ തന്നെ 71 നമ്മൾ കണ്ടു അതിന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ്. അല്ലെ, ഒരു മതം തന്നെ എല്ലാ കാലത്തും പാകിസ്ഥാനെ ഒന്നിപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞാൽ ആ പാകിസ്ഥാൻ തന്നെ രണ്ടായി മുറിഞ്ഞു പോകുന്നത് നമ്മൾ 1971 കണ്ടു. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമാണ്. ഇപ്പോൾ അന്നു മുതൽ പാകിസ്ഥാന്റെ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്.